welcome back to another session. So last session we COPD discuss അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് pneumonia. So definition is start ചെയ്യാം. Pneumonia is an acute respiratory infection affecting the alveoli of lungs. Lungs ന്റെ alveoli നെ affect ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ pneumonia. അപ്പോൾ I hope the definition is clear for you. അപ്പം അത് തന്നെയാണ് ന്യൂമോണിയയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആൽവിയോളയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഈ ന്യൂമോണിയ. So next we are discussing about the types of pneumonia which including based on etiology and based on location. ആദ്യം നമുക്ക് etiology നോക്കാം. അതിൽ തന്നെ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട്, ദാ ഇവിടെ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട്, വൈറൽ ന്യൂമോണിയ ഉണ്ട്, ഫംഗൽ ന്യൂമോണിയ ഉണ്ട്, അതുപോലെ ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ട്. അപ്പോൾ ബാക്ടീരിയൽ ന്യൂമോണിയ ആണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് നമ്മൾ ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ ഇൻഫ്ലുവൻസ RSV വൈറസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് നമ്മുടെ വൈറൽ ന്യൂമോണിയ. അതുപോലെ തന്നെ ഫംഗൽ ന്യൂമോണിയ ഉണ്ട്, ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ട്. ഇനി ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്നത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ വിച്ച് ഇസ് കോൾഡ് CAP, അതുപോലെ ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ HAAD, ventilator associated pneumonia VAP. So community acquired pneumonia ഉണ്ട്, hospital acquired pneumonia ഉണ്ട്, ventilator associated pneumonia ഉണ്ട്. അപ്പോൾ hospital acquired pneumonia ഒക്കെ നമ്മുടെ പേഷ്യൻ്റ് വേറെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷനിൽ അഡ്മിറ്റ് ആവുകയും തുടർന്നുള്ള ഹോസ്പിറ്റലൈസേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ന്യൂമോണിയകളാണ്. അതുപോലെ തന്നെയാണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. നമുക്ക് പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം കിടക്കുമ്പോൾ പേഷ്യൻറ്റിന് ഉണ്ടാകാവുന്ന ന്യൂമോണിയ ഉണ്ട്. Now let's see about the pathophysiology of pneumonia. ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ ആൻഡ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ആൽവിയോളൈ. അതായത് ആൽവിയോളയിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ കാരണം എന്താണ്, നമുക്കൊരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ്. അത് എന്ത് കാരണം കൊണ്ടാണ്? അക്യുമുലേഷൻ ഓഫ് ദി fluid in the alveoli leads to infection or inflammation that leads to impaired gas exchange results in hypoxemia. അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് അവിടെ കെട്ടിൽ കിടക്കുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള റെസ്പിറേഷൻ നടക്കത്തില്ല. അപ്പോൾ എന്തുണ്ടാകും? അവിടെ ഇമ്പയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ടാകും വിച്ച് ലീഡ്സ് ടു ഹൈപ്പോക്സിമിയ ആൻഡ് വിഷ്വൽ എയ്ഡ് ഡയഫ്രം ഓഫ് ആൽവിയോളാർ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ദിസ് ലീഡ്സ് ടു ദ ആൽവിയോളാർ ഇൻഫെക്ഷൻ ആൻഡ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ദാറ്റ് കോസസ് ന്യൂമോണിയ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒന്നും തന്നെ ഇല്ല, ആൽവിയോളയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായി അവിടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എന്താണ് ഒരു ശ്വാസം എടുക്കുന്നത് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പം അവിടെ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഹൈപ്പോക്സിമിയ ഉണ്ടാവും പേഷ്യൻറ്റിന്. അപ്പോൾ ദാറ്റ് ലീഡ്സ് ടു ദ ഫർദർ ആയിട്ടുള്ള ഒരു കോസായി പറയുന്നത് ഈ ഹൈപ്പോക്സിമിയ ലീഡ്സ് ടു നമ്മുടെ ന്യൂമോണിയ. അത്രയേ ഉള്ളൂ ഒരു പാത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി, എങ്ങനെയാണ് ന്യൂമോണിയ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അടുത്ത് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് നോക്കുന്നത്. അതിൽ സൈൻസ് സിംറ്റംസും രണ്ട് ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിംറ്റംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻറ്റ് വിൽ ഹാവ് പ്രൊഡക്റ്റീവ് കഫ്. നല്ല കഫായിരിക്കും പേഷ്യൻറ്റിന്, കഫത്തോട് കൂടിയ കഫായിരിക്കും. പേഷ്യൻറ്റ് വിൽ ഹാവ് ഫീവർ, ചിൽസ്, ഫറ്റീഗ്, ഡിസ്നിയ, ചെസ്റ്റ് പെയിൻ, ടക്കിക്കാർഡിയ, സൈനോസിസ് ഇൻ സിവിയർ കേസസ്. ഐ ടോൾഡ് യു എന്ന് നമ്മൾ പാത്തോഫിസിയോളജിയിൽ പറഞ്ഞു ഹൈപ്പോക്സിമിയ ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഹൈപ്പോക്സിമിയ ഉണ്ടായി കഴിയുമ്പോൾ പേഷ്യൻറ്റ് സൈനോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ സിവിയർ കേസസിലാണ് കേട്ടോ. അപ്പോൾ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് pneumonia and we can see the signs. എന്തൊക്കെയാണ് സൈൻസ് നോക്കാം. crackle sound auscultation. When we auscultate the patient lung we can hear a crackle sound. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ബ്രെത്ത് സൗണ്ട്സ് ഒക്കെ ഡിമിനിഷ്ഡ് ആയിരിക്കും എവിടെ ന്യൂമോണിയയുടെ കേസസിൽ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് സിംറ്റംസും സൈൻസും മനസ്സിലായെന്ന്. ഇതൊക്കെയാണ് ന്യൂമോണിയയുടെ
ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. നൗ വി ആർ ഡീലിംഗ് വിത്ത് ദ റിസ്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ന്യൂമോണിയയുടെ റിസ്ക് ഫാക്ടർ? ഏജ്, യങ് ചിൽഡ്രനിലും എൽഡർലിയിലുമാണ് കൂടുതലായും ന്യൂമോണിയ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ക്രോണിക് ഇൽനസ് സച്ചസ് ഡയബറ്റിസ്, COPD ഡയബറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസിനും ക്രോണിക്, അത് തന്നെയാണ് ക്രോണിക് ഇൽനസ്, വിച്ച് മീൻസ് ഡയബറ്റിസ് ഒക്കെ ഒരു ലോങ് ടേം ഡിസീസ് കണ്ടീഷൻ ആണല്ലോ, അങ്ങനെയുള്ളവർക്കും ഉണ്ടാകാം. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ യൂസ്, അതായത് പുക വലിക്കുന്നവരിലും മദ്യപിക്കുന്നവരിലും, ഇപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള മദ്യപാനം ഒക്കെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ന്യൂമോണിയ ഉണ്ടാവും. ഇമ്മ്യൂണോ സപ്രഷൻ, HIV AIDS പോലുള്ള പേഷ്യൻ്റ്, കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിനൊക്കെ ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്. സോ ദീസ് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ന്യൂമോണിയ. Now we are dealing with the diagnosis. എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളാണ് നമ്മൾ ന്യൂമോണിയയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? സോ ക്ലിനിക്കൽ ഇവാലുവേഷൻ വിച്ച് ഇൻക്ലൂഡിങ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ലബോറട്ടറി ടെസ്റ്റുകൾ, ബ്ലഡ് കൾച്ചർ, സ്പ്യൂട്ടം അനാലിസിസ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBC നോക്കാം, അതുപോലെ സ്പ്യൂട്ട അനാലിസിസ് ചെയ്യാം, പിന്നെ ലബോറട്ടറി ടെസ്റ്റ് ബ്ലഡ് കൾച്ചർ ചെയ്യണം. പിന്നെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹേർട്ട് സൗണ്ട്സ് ഒക്കെ എന്താണ്, നമ്മുടെ ബ്രെത്ത് സൗണ്ട്സ് ഒക്കെ ഡിമിനിഷ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രാക്കിൾസ് ഒക്കെ കേൾക്കും. ഇവിടെ ഇമേജിങ് ആണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ, അത് എന്താ ഷോ ചെയ്യുന്നത്? അത് എന്താണ്, ഷോയിങ് കൺസോളിഡേഷൻ ആൻഡ് CT ഫോർ കോംപ്ലക്സ് കേസസ്. നമുക്ക് ഡീറ്റെയിൽ CT സ്കാനൊക്കെ എടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡയഗ്നോസിസ് നമ്മൾ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത് ന്യൂമോണിയ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഷോ ചെയ്യുന്ന പറഞ്ഞല്ലോ, ഓസ്കൾട്ട് ചെയ്യുമ്പോൾ ബ്രെത്ത് സൗണ്ടൊക്കെ ഡിമിനിഷ്ഡ് ആയിരിക്കും, പിന്നെ ക്രാക്കിൾ സൗണ്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ക്രാക്കിൾ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അബ്നോർമലാണ്. സോ അവിടെ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടെന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇനി മാനേജ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബയോട്ടിക്സ് ആണ് ന്യൂമോണിയയിൽ നമ്മൾ കൊടുക്കുന്നത്. ഏതാണ്? അമോക്സിസിലിൻ ഫോർ ബാക്ടീരിയൽ ന്യൂമോണിയ. അമോക്സിസിലിനാണ് നമ്മൾ ബാക്ടീരിയൽ ന്യൂമോണിയയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ വൈറൽ കേസസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ആൻറ്റി വൈറൽ ഏജൻറ്റ്സ് കൊടുക്കും. പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് നമ്മൾ ഓക്സിജൻ സപ്ലിമെൻറ്റേഷൻ പേഷ്യൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ബിക്കോസ് പേഷ്യൻ്റ് ഹൈപ്പോക്സിമി ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഓക്സിജൻ സപ്ലിമെൻറ്റ് ചെയ്യണം. ഫ്ലൂയിഡ്സ് ആൻഡ് ആൻറ്റിപാരറ്റിക്സ്, ബിക്കോസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, ഹൈപ്പർ തെർമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആൻറ്റിപാരറ്റിക്സ്. സിവിയർ കേസ് ആണെങ്കിൽ ICU കെയറും മെക്കാനിക്കൽ വെന്റിലേഷനും. ബ്രീത്തിങ് ഒട്ടും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കേസസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യും. സോ ദീസ് ആർ ദി മാനേജ്മെൻറ്റ് ഓഫ് ന്യൂമോണിയ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ദിസ് ഇസ് എ വെരി സിമ്പിൾ കണ്ടീഷൻ. അത്ര കാര്യമായിട്ട് എന്താണ് പറയുന്നത്, ഒരുപാട് നമ്മൾക്ക് പഠിക്കാനുണ്ട്. എന്നാലും ഇത്ര കാര്യമായുള്ള കീ പോയിൻറ്റ്സുകൾ നമ്മൾ ഓർത്തിരിക്കണം. COPD പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമോണിയയും. അപ്പം ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, കുറച്ച് മാനേജ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടീഷനുമായിട്ട് ഫെമിലിയർ ആവാനായിട്ടാണ് നമ്മൾ ഈ സെഷൻ എടുക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ ന്യൂമോണിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ന്യൂമോണിയ എന്താണെന്നുള്ള ഇങ്ങനെ നോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. MCQ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസെൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം റിവൈസ് ചെയ്ത് നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമ്മൾ റെസ്പിറേറ്ററിയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനദർ കണ്ടീഷൻ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.